നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ 2024 അവസാനത്തെ വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 2024 നാളെ കൊണ്ട് തീരെയാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും മലയാളികളും 2025 അത് നമ്മൾ ഉറപ്പായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈമാണ്. ചില ആൾക്കാർ പറയും, ഞാൻ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുന്നു, പുകവലി പൂർണ്ണമായിട്ട് ഞാൻ നിർത്തും 2025. പിന്നെ ബാക്കിയുള്ള ദുശ്ശീലങ്ങൾ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ മലയാളികൾ ഉറച്ച തീരുമാനം, നമ്മൾ 2025 സ്റ്റാർട്ടിങ് ന്യൂ ഇയർ തൊട്ട് നമ്മളിങ്ങനെ ആവണം, നമ്മളിങ്ങനെ ചെയ്യൂ. പലരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ മനുഷ്യനാണ് സാധിക്കില്ല. പക്ഷേ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്ത് തന്നെ ഒരു നല്ലൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലൈഫ് ലോങ് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഒരു വ്യക്തി പറയാണ്, ഇപ്പം ഞാൻ എന്നുള്ള വ്യക്തി, ഞാൻ മദ്യപാനം 2025 മുതൽ ഞാൻ തൊടില്ല, മനുഷ്യനാണ്. പിന്നെ ഒരു മാസം അങ്ങനെ പോകുമ്പോൾ വീണ്ടും വിചാരിക്കും, ലൈഫ് മനുഷ്യനായിട്ട് ഒരു ജന്മമല്ലേ ഉള്ളൂ, കൂടിപ്പോയി 60 അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ശരി, നമുക്ക് ചെറുതായിട്ടും തുടങ്ങിക്കളയാം. അങ്ങനെ പലർക്കും, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, പലർക്കും പല അനുഭവങ്ങളാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും നമ്മൾ മദ്യപിക്കൽ എന്ന് പറയാൻ ഞാൻ ആരുമല്ല, അത് അവരുടെ ഓരോരുത്തരെയും പേഴ്സണൽ കാര്യമാണ്. ശരി, നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പ് ഈ ഒരു സാധനം നമ്മൾ വേണ്ടപ്പെട്ടവരിൽ കൊടുക്കുക. എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാഹനത്തിൻ്റെ ചാവി. ശരി, നമ്മൾ ആഘോഷങ്ങൾ പലരും പല രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കാം. നിർബന്ധമായിട്ട് മദ്യപിക്കുന്നതൊന്നും ഒരു കാര്യമില്ല, അതല്ല, ഓരോരുത്തരെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പ് ഇത് നമ്മുടെ വേണ്ടപ്പെട്ട അമ്മയുടെ കയ്യിലോ സഹോദരൻ്റെ കയ്യിലോ മക്കളെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കുക. ഇതിനെ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഈ ന്യൂ ഇയർ ആഘോഷത്തിന് ശേഷം ഒരു അപകടവും നമുക്കിവിടെ സംഭവിക്കാൻ പാടില്ല. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സാധിക്കുന്ന കേസുള്ളൂ. ശരി, ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പ് ഈ താക്കോൽ 2025 പുതുവർഷത്തിൽ ഐശ്വര്യമായിട്ട് വാങ്ങിച്ച് ഓട്ടിക്കുക. ഒന്നാമത്തെ തീരുമാനം എന്ന് വെച്ചാൽ, മദ്യപിച്ച് നമ്മൾ വാഹനം ഓട്ടിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ കാരണം ഒരാൾക്ക് അപകടമോ ഒന്നും നമ്മൾ വരുത്താൻ പാടില്ല. നല്ല ചിന്തയോടെ ജീവിക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക. ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ത്രൂ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നവൻ തട്ടേലും മതി. ഒരു ലൈഫ് ഒന്നേ ഉള്ളൂ. അവർക്ക് ഫാമിലി ഉണ്ടാവും, മക്കളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും വിചാരിച്ചാൽ നടത്താൻ പറ്റും. ഞാൻ ഈ 15 വർഷമായിട്ട് ഈ ഫീൽഡ് നിൽക്കണമെന്ന് എനിക്കറിയാം. ഈ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, അടുത്ത ദിവസം പത്രം നോക്കിയാൽ മതി, എത്ര ആക്സിഡൻ്റാണ്. കാർ വന്നിടിക്കുന്നു, നടന്നു പോയവനിടിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ ന്യൂ ഇയറിന് 2024 നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. പല ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ പലതും പറയും, എല്ലാം നിർത്തുന്നു. പക്ഷേ അതുമില്ലെങ്കിൽ ഈ ഒരു തീരുമാനം നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. സിമ്പിളാണ്. നമ്മൾ മദ്യപിച്ചിട്ട് സ്റ്റിയറിംഗ് പിടിക്കില്ല, ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ 2 വീലർ ഓട്ടിക്കില്ല. നമ്മൾ ആവുന്ന വിധം നമ്മൾ സാലറിയുടെ ഒരു പങ്ക് പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കും, ഒരു നേരത്തെ ആഹാരം കൊടുത്തിരിക്കും. പിന്നെ ചില ആൾക്കാർ ഡെയിലി 500, 1000, 10,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്നവരുണ്ട്. ഭാഗ്യം, ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൈസ് കിട്ടും. അങ്ങനെ ഇങ്ങനത്തെ നല്ല നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് മനുഷ്യരാണ്. ഇപ്പം 2025 ഭഗവാനെ എനിക്ക് നന്നാവണം, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ന്യൂ ഇയർ ആഘോഷിക്കും മുമ്പ് നമ്മൾ കഴിഞ്ഞ ഈ അപകട മരണം സംഭവിച്ചവരെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2024 വളരെ കൂടുതലാണ്. നമ്മൾ 2025 പുതുവർഷത്തിൽ ഒരു ആക്സിഡൻറ്റ് കേസും മെഡിക്കൽ കോളേജിലോ ഒരു ഹോസ്പിറ്റലിലും പോകരുത്.
ഈ ഡോക്ടർമാരും പാവപ്പെട്ട പോലീസുകാരും ഈ ന്യൂ ഇയർ അവർ ആഘോഷിക്കട്ടെ, അവർക്ക് ടെൻഷൻ ഇല്ലാതെ അവർ നടക്കട്ടെ. നമ്മൾ വിചാരിച്ചാൽ മതി. അന്നേ ദിവസം, അതായത് തലേ ദിവസം നമ്മൾ ആഘോഷിക്കാൻ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഈ ഒരു സാധനം വേണ്ടപ്പെട്ടവർ കൊടുക്കുക. എത്ര നിർബന്ധിച്ചാൽ എനിക്ക് താക്കോൽ രാത്രി തരരുള്ളൂ, രാത്രി യാത്ര വേണ്ട. ശരി, നിങ്ങൾ റൂമിലോ വീട്ടിലോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യ്. ഒരു പുതുവർഷം ഒരു പുതിയൊരാളായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്തോ. പക്ഷേ ഈ ഉറച്ചൊരു തീരുമാനം നമ്മൾ മലയാളികൾ എടുത്തേ പറ്റുള്ളൂ. ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ കൊറോണ, വെള്ളപ്പൊക്കം കാര്യങ്ങളെല്ലാം വന്നത് നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്നു, അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. അതുപോലെ സിമ്പിൾ മാറ്ററാണ്. ഇനി ഒരു അപകടം ഞാൻ മുഖാന്തരം ഉണ്ടാവാൻ പാടില്ല. എല്ലാ ജീവനും അതിൻ്റേതായ വിലയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ലതിനാവട്ടെ. എല്ലാവർക്കും 2025 അടിപൊളി ആവട്ടെ. എല്ലാവരും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ. മദ്യപിച്ചിട്ട് വാഹനം ഓട്ടിക്കരുത്, 2 വീലർ ഹെൽമറ്റ് ധരിക്കുക, മദ്യപാനം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിന് സേഫായിട്ട് ചെയ്യുക. മദ്യപിച്ച് കഴിഞ്ഞാൽ വാഹനം എടുക്കരുത്. നമ്മളെ മൈൻഡ് മെമ്മറി എപ്പോഴും ആയിരിക്കില്ല. അപ്പം വണ്ടിയാകുമ്പം തട്ടുമുട്ടും, അത് ഓരോരുത്തരുടെ ഇതാണ്. പക്ഷേ ഇത്രയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഈ ആക്സിഡൻ്റ് കേസുകൾ വരാൻ നോക്കുക. മാക്സിമം ന്യൂ ഇയറിൻ്റെ തലേ ദിവസം. ഞാനൊക്കെ ഈ 15 വർഷം കൊണ്ട് ഈ ഫീൽഡ്, ഈ ആക്സിഡൻറ്റ് പരമായിട്ട് മേഖലയിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ആ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം ആക്സിഡൻറ്റ് കേസുകളാണ് തലേ ദിവസം വരുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതൊക്കെ തീരാന്നുള്ള സിമ്പിളായിട്ടുള്ള മാറ്ററാണ്. അതുകൊണ്ട് പുതുവർഷം നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു തീരുമാനം എടുക്കുക. അപകടങ്ങൾ കുറയും, അമിത വേഗത കുറയും. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നത് നമ്മളെ ബന്ധുക്കളോ മക്കളോ റിലേറ്റീവ്സോ എല്ലാവരും മനുഷ്യരാണ് ആണെന്ന് വിചാരിച്ചാൽ മതി. വലിയ ബസ്സുകൾ ഓട്ടിക്കുന്നവർക്ക് ചെറിയ വണ്ടികൾ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. പക്ഷെ അവരും ആ വലിയ വണ്ടി നിറങ്ങിയിട്ട് ചെറിയ വണ്ടി ഓട്ടിച്ചാണ് വീട്ടിൽ പോകുന്നത്. എല്ലാവർക്കും എല്ലാ ജീവനും വിലയുണ്ട്. നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, വണ്ടിക്ക് ഡാമേജ് പറ്റി നമുക്ക് ചെയ്യാം. പക്ഷേ മനുഷ്യൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു നൽകാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഒരു ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും 2025 അടിപൊളി ആവട്ടെ. എൻ്റെ അഡ്വാൻസ് പുതുവത്സര ആശംസകൾ. പിന്നെ ഈ വീഡിയോ മാക്സിമം പേരുടെ അടുത്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു കാരണവശാലും ഞാൻ വരുമാനത്തിന് വേണ്ടിയല്ല. യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്. വരുമാനം പറഞ്ഞെങ്കിൽ വരട്ടെ, 2 പെൺകുട്ടികളാണേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.